ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നാളെ മെയിൻ്റനൻസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഗെയിമിൽ നിന്നും എൻഡായി പോകുന്ന അല്ലെങ്കിൽ എക്സ്പയർ ആയി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പയർ ആയി പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് പോകാം. അവിടെ ജസ്റ്റ് നമ്മുടെ പാക്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ റൂബൻ ആമോളൂമിൻ്റെ 1500 കോയിനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മാനേജർ പാക്ക് എൻഡാവാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാനേജർ പാക്ക് എടുക്കാൻ പ്ലാനൊക്കെ ഉണ്ട്, കോയിനും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. തേഴ്സ്ഡേ മോർണിംഗ് 7:30 ശേഷം നമുക്ക് ഈ ഒരു മാനേജർ പാക്ക് ഗെയിമിൽ ഉണ്ടാവത്തില്ല. ഈ ഒരു മാനേജർ പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1500 കോയിന് ഈ ഒരു മാനേജർ പാക്ക് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിലും മാനേജർ പാക്കൊന്നും തീർച്ചയായിട്ടും നിങ്ങൾ 1500 കോയിനൊക്കെ ചിലവഴിച്ച് സൈൻ ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് വലിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കാരണം മാനേജറുടെ കാര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ഗെയിമിൽ നിന്ന് തന്നെ നെർഫ് ആവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് മാനേജറിൻ്റെ കാര്യം. നമുക്ക് വന്ന വീക്കിൽ കുറച്ച് നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നാലും പിന്നീട് അങ്ങോട്ട് ഒട്ടും തന്നെ കളിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിലവിലത്തെ ഗെയിം പ്ലേ അല്ലെങ്കിൽ നിലവിലത്തെ കൊണാമിയുടെ അപ്ഡേഷനിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഗെയിമിൽ സംഭവിക്കുന്നത്. സോ ഈ ഒരു റൂബൻ ആമോറൂമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു ക്വിക്ക് കൗണ്ടർ മാനേജറാണ്. ഒരു പ്ലെയിൻ സ്റ്റൈലിൽ മാത്രമാണ് പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ക്വിക്ക് കൗണ്ടറിന് 88 വരുന്നുണ്ട്. പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബൂസ്റ്ററായിട്ട് സ്പീഡും അതുപോലെ തന്നെ അറ്റാക്കിംഗ് അവയർനെസ്സിനാണ് +1 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അറ്റാക്കിങ്ങിന് നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജർ തരുന്നുണ്ട്. നിലവിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഡിഫൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാനേജർ നിലവിൽ തരുന്നുണ്ട്. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എടുത്തില്ല എന്നുണ്ടെങ്കിലും സെക്കൻഡറി അക്കൗണ്ടിൽ ഈ ഒരു മാനേജറെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഈ ഒരു മാനേജർ എനിക്ക് തന്നിട്ടില്ല. പക്ഷേങ്കിൽ നിലവിലെ ക്വിക്ക് കൗണ്ടർ മാനേജറിൽ ബെറ്റർ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ റൂബൻ ആമോറൂം തന്നെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം ബാക്കിയുള്ള ഒരു ക്വിക്ക് കൗണ്ടർ മാനേജർ നോക്കുകയാണെങ്കിൽ നമുക്ക് സാബിയുടെ 2 പാക്ക് ഉണ്ട്, ഒന്ന് ഓൾഡും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നേക്കുന്ന ഈ ഒരു മാനേജർ പാക്കുമാണ്. ഈ ഒരു 2 മാനേജർ പാക്കും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്വിക്ക് കൗണ്ടർ മാനേജർ തന്നെയാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്യാസ്പ്രീനിയുടെ ഈ ഒരു മാനേജർ പാക്കും അവൈലബിൾ ആണ്. സോ ഈ ഒരു മാനേജറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ റൂബൻ ആമോറൂമിന് ആ ഒരു ബൂസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു 1500 കോയിന് ഇത് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. കാരണം നമുക്ക് 500 കോയിന് തന്നെ ഈ ഒരു സാബിയുടെ മാനേജർ പാക്ക് സൈൻ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്പ്രീനിയുടെ ഈ ഒരു മാനേജർ പാക്ക് സൈൻ ചെയ്യാം. ഈ 2 മാനേജർ പാക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 88 പ്രൊഡക്ഷൻസി 2 പ്ലെയിൻ സ്റ്റൈലിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജർ പാക്കൊക്കെയാണ് എപ്പോഴും വേർത്തായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. 500-ൽ കൂടുതൽ കോയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു മാനേജർ പാക്കിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ 500-ന് കൂടുതൽ ഒരു കോയിനും കാര്യങ്ങളൊക്കെ ഒരു മാനേജർ പാക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കളിക്കാൻ അറിയാവുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഏതൊരു മാനേജർ പാക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഗെയിം പ്ലേ വെച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കവർ അപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അത്യാവശ്യം മാച്ചപ്പും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടാതെ നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ പറ്റുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരുവിധ മാനേജർ പാക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേയിലും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലും തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മാനേജർ പാക്കിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വലിയ രീതിയിലുള്ള ചേഞ്ചോ കാര്യങ്ങളൊന്നും ഏത് തരത്തിലുള്ള മാനേജർ പാക്ക് വന്നാലും നിലവിലത്തെ ഈ ഫുട്ബോളിൻ്റെ ഗെയിം പ്ലേയിൽ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 500 കോയിൻ്റെ മാനേജർ പാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു മാനേജറിൽ നന്നായിട്ട് കളിച്ച് നിങ്ങൾ മാസ്റ്റർ ആയി കഴിഞ്ഞാൽ മറ്റൊരു മാനേജർ പാക്കിലേക്കും ചാടി കളിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റൂബൻ ആമോറൂമിൻ്റെ വലിയൊരു ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പാക്ക് എക്സ്പയർ ആവാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു പാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ 8 പാക്ക് അവൈലബിൾ ആണ്. യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് കൊണാമി റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. ഈ ഒരു പാക്കും എൻഡാവാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. തേഴ്സ്ഡേ മോർണിംഗ് 7:30 സൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിൽ തന്നെ അത്രയും OP ആയിട്ട് കിടക്കുന്ന ഗോൾ പോച്ചേഴ്സിൽ അല്ലെങ്കിൽ CF കാർഡുകളിൽ ഒന്നാണ് ഈ പറയുന്ന 8 എന്ന് പറയുന്നത്. ബാക്കി 2 കാർഡും നമുക്കറിയാം. ഈ ഒരു കറൈഫിൻ്റെ കാർഡാണെങ്കിലും നമ്മുടെ കെൻറ്റോനയുടെ ഈ ഒരു കാർഡാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്ലെയിൻ സ്റ്റൈലായിട്ട് വരുന്നത് നമ്മുടെ ഡീപ് ലൈൻ ഫോർവേഡ് ആണ്. എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന പ്ലേയേഴ്സ് ആണ് ഈ പറയുന്ന 3 പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ക്വാഡിലേക്ക് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പാക്കിൻ്റെ പ്രൊബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേറ്റ് ചെയ്തതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്റ്റോറി വഴി ഒരു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതുപോലുള്ള പ്രൊബിലിറ്റി അപ്ഡേറ്റിനും ഈ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഏത് കാര്യത്തിനും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. ഞാൻ മുന്നേ നമ്മുടെ പ്രൊബിലിറ്റിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു കാരണവശാലും ട്രിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓരോ പാക്ക് വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് ആ ഒരു പാക്കിൻ്റെ സ്പിന്നും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്ലേയേഴ്സിനെ കൊണാമി തരുന്നത്, എങ്ങനെയാണ് ആ ഒരു പാക്കിൻ്റെ പ്രൊബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണാമി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയും നമ്മുടെ ഫോളോവേഴ്സിൻ്റെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി ആ ഒരു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊബിലിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള അപ്ഡേറ്റിൽ
തീർച്ചയായിട്ടും നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെറുതെ നമ്മുടെ കോയിനും കാര്യങ്ങളൊക്കെ പ്രോബബിലിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ തീരെ കുറഞ്ഞ പാക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കോയിനും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എങ്ങനെയാണ് ഒരു പാക്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള പാക്കിൽ മാത്രം നമുക്ക് കോയിനും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എപ്പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രിക്കോ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ കൂടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മാത്രമേ നമുക്ക് ഇതുപോലുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോബിലിറ്റി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ 5-ൽ കൂടുതൽ എപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വോട്ട് ചെയ്തേക്കുന്ന പകുതിയോളം യൂസേഴ്സിനും 5-ൽ താഴെയാണ് എപ്പിക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വഴിയാണ് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരാം. സോ ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.